ആരും തമ്മിൽ പേര് വിളിക്കാത്തൊരു ഗ്രാമം. ഓരോ മനുഷ്യരുടെയും പേരുകളും ഓരോ ഈണങ്ങളാണ്. ലോകശ്രദ്ധ നേടുകയാണ് ചൂളമടിയിലൂടെ സംസാരിക്കുന്ന മേഘാലയയിലെ ഈസ്റ്റ് ഖാസി ഹിൽസിലെ കോങ് തോങ് എന്ന പേരുള്ള ഈ ഗ്രാമം. ഇന്ത്യയുടെ ചൂളമടി ഗ്രാമം എന്നാണ് കോങ് തോങ് അറിയപ്പെടുന്നത് തന്നെ. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പാരമ്പര്യത്തിന്റെ തുടർച്ചയായാണ് ഇന്നാട്ടുകാരുടെ പേരുകൾ ഈണങ്ങളായി മാറിയത്. ഏതാണ്ട് 700-ലേറെ പേർ താമസിക്കുന്ന ഗ്രാമമാണ് കോങ് തോങ്. ഇവർക്കെല്ലാം പ്രത്യേകം ഈണങ്ങളുള്ള പേരുകളുമുണ്ട്. നാട്ടുകാർ പരസ്പരം ചൂളമടിച്ചാണ് പേര് വിളിക്കുക. അമ്മമാർ തന്നെയാണ് സ്നേഹത്തോടെ ഓരോ കുഞ്ഞിനും മനോഹര ഈണങ്ങൾ നൽകുന്നത്. സത്യത്തിൽ ഇന്നാട്ടുകാർക്ക് ഒന്നല്ല 3 പേരുകളാണ് ഉണ്ടാവാറുള്ളത്. അമ്മമാർ കുഞ്ഞുങ്ങൾക്ക് അല്പം ദൈർഘ്യമുള്ള ഈണങ്ങളാണ് ആദ്യം നൽകുക. പിന്നീട് വിളിക്കാൻ എളുപ്പത്തിന് ചെറു ഈണവും പേരായി നൽകും. ഔദ്യോഗിക രേഖകളുടെ ആവശ്യത്തിലുള്ള പേരാണ് മൂന്നാമത്തേത്. ഇതിൽ നീണ്ട ഈണത്തിന് 30 സെക്കൻഡ് വരെയും ചെറിയ ഈണത്തിന് 10 സെക്കൻഡ് വരെയും ദൈർഘ്യമുണ്ടാവും. ഒരു ഈണവും ആവർത്തിക്കാറില്ല എന്നതാണ് മറ്റൊരു സവിശേഷത. മരിച്ചുപോയവരുടെ പേരുകൾ നമ്മൾ വീണ്ടും മക്കൾക്കിടാറുണ്ടെങ്കിലും ഇന്നാട്ടുകാർ മരിച്ചുപോയവരുടെ ഇനങ്ങൾ പിന്നെ ഉപയോഗിക്കാറില്ല. 2021 UN ലോക ടൂറിസം ഓർഗനൈസേഷന്റെ ലോകത്തെ മികച്ച വിനോദസഞ്ചാര ഗ്രാമത്തിനുള്ള അവാർഡിനായി ഇന്ത്യൻ വിനോദസഞ്ചാര മന്ത്രാലയം ഈ ഗ്രാമത്തെയാണ് നാമനിർദ്ദേശം ചെയ്തത്. ഇതോടെ കോങ് തോങ് ഗ്രാമത്തിലേക്ക് രാജ്യാന്തര ശ്രദ്ധ വന്നു. മേഘാലയയിലെ പ്രധാന പുൽച്ചൂല് നിർമ്മാണ ഗ്രാമം കൂടിയാണ് കോങ് തോങ്. ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് പരമ്പരാഗത ഖാസി കുടിലുകളിൽ താമസിക്കാനും പ്രാദേശിക സംസ്കാരത്തെ അടുത്തറിയാനും അവസരം ലഭിക്കും.